ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ഇവിടെ അടിപൊളിയായിട്ട് പോകണു. ഇപ്പോൾ ഒരു ധനുമാസമൊക്കെ തുടങ്ങി, എന്താ പറയുക, ഒരു ഡിസംബർ മാസം അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളും. രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ മഞ്ഞ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അറിയോ, രാവിലെ എണീറ്റ് ഉടനെ ഞാൻ കുറച്ച് നേരം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഭയങ്കര സുഖമാണ്. രാവിലെയും വൈകുന്നേരം കേട്ടോ ഭയങ്കരമായിട്ട് തണുപ്പുള്ള. ബാംഗ്ലൂരിലത്തെ തണുപ്പൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് ഇത് അത്യാവശ്യം തണുപ്പ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു രംഷേട്ടൻ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടി തന്നെ നോക്കുകയാണ്. നമ്മുടെ 21 ഡേയ്സ് അതിഗംഭീരമായിട്ട് ആ ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ 21 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്കറിയാലോ, നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫുഡ് കൺട്രോളിങ്ങോ അങ്ങനെ കുറേ വെയിറ്റ് കുറയ്ക്കണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് മെല്ലെ മെല്ലെ സമാധാനമായിട്ട് വെയിറ്റ് കുറച്ചാൽ മതി. ഇന്ന് പതിവില്ലാതെ ചായ കുടിക്കാനാണ് കേട്ടോ. സാധാരണ ഞാൻ രാവിലത്തെ ചായ ഒഴിവാക്കിയ ആളാണ്. അതും ഞാൻ 21 ഡേയ്സിൽ അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇതേ നമ്മുടെ കിളികൾ ഇപ്പോഴും ഉണ്ട്, അവരവിടെ സ്ഥിരതാമസമാക്കി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ചായ കുടിക്കാനുള്ള റീസൺ, ഇന്ന് രംഷേട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം രാവിലെ ഇരുന്നിട്ട് ഒന്ന് ചായ കുടിക്കാം. സാധാരണ ഞങ്ങൾ വീക്കെൻഡ്സ് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ചായ കുടിക്കുക. വീക്കെൻഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് മൊമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് എന്തോ രംഷേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ മിത്തുകുട്ടി സ്കൂളിൽ പോകാത്ത കാരണം രംഷേട്ടനെ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതി, മറ്റേത് 7:30 ഇറങ്ങണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു നേരത്താണ് ഞങ്ങൾ ലോകകാര്യങ്ങൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുക കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സമയമാണ്. ഒന്ന് ഞങ്ങൾ കാറിൽ പോകുമ്പോഴും മറ്റേ ഞങ്ങൾ രാവിലെ ഇരുന്ന് ചായ കുടിച്ചിട്ട് സംസാരിക്കുമ്പോഴും. അങ്ങനെ അതൊരു അരമണിക്കൂറൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രംഷേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്ന് ദോശ ഉണ്ടാക്കി, ദോശയും പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല. കാരണം ഓഫീസിൽ ഫുഡുണ്ട്. മിത്തുവിന് സ്കൂളുള്ള ദിവസം ഞാൻ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കൊടുക്കും. എനിക്ക് റാഗി പുട്ടാണ് കേട്ടോ. ഞാൻ ദോശ കഴിച്ചില്ല, റാഗിയുടെ പുട്ട് ഒരിത്തിരി അതും പഴം കൂടിയിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 അവർ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നനയ്ക്കണ പരിപാടി ഇപ്പോൾ എനിക്കാണ്. 4 ദിവസം കൂടുമ്പോഴേക്കാണ് ഈ ഒരു ഏരിയയിൽ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇത് അത്രയ്ക്ക് അങ്ങനെ വെയിൽ കിട്ടാത്തൊരു ഏരിയ ആണല്ലോ. നമ്മുടെ തുളസി അവിടെ നാശമായിപ്പോയി. നാട്ടിൽ പോയി വന്നപ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അതേ നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ക്ലീനിങ്, ഇതാണ് ഏറ്റവും വലിയ പരിപാടിയിൽ. ഒരു ദോശ ഉണ്ടാക്കിയുള്ളൂ വെച്ചാലും ആ കിച്ചൺ മുഴുവൻ വൃത്തിയാക്കണം. അപ്പോഴേക്കും നമുക്ക് ചോറ് വയ്ക്കുമ്പോൾ പിന്നെയും വൃത്തിയാക്കണം. ഇതൊരു വലിയ പരിപാടിയാണ്. പക്ഷേ വൃത്തിയാക്കി കഴിഞ്ഞാൽ കിട്ടുന്നൊരു സന്തോഷം ആലോചിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കട്ടെ. ഇങ്ങനെ ഓരോ പണി കഴിഞ്ഞിട്ട് വൃത്തിയാക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇവിടെ കുറേ മുട്ടക്കച്ചവടമാണോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇത് നമ്മുടെ മുട്ടത്തോടാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ ആയാലും ഡെയിലി മുട്ട കഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ മുട്ടയുടെ തോട് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊടിക്കും. ഒന്ന് വെയിലത്ത് എൻ്റെ മോച്ചമ ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ നല്ല വെയിലാണല്ലോ ബാൽക്കണിയിൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങും. പൊടിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഇട്ടുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ചായയുടെ ചണ്ടി ഇങ്ങനെ ഉണക്കിയിട്ട് അതും പൊടിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്താലും അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ഇതും പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, പഴം. അതും ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഈ പഴം നമ്മളിപ്പോൾ എന്നും മിക്ക ദിവസം പഴം കഴിക്കില്ല. അപ്പോൾ ആ പഴത്തിൻ്റെ തൊലി കളയാതെ അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. 24 hours അല്ലെങ്കിൽ 24 hours മതി എന്നാണ് പറയണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴത്തൊലി എന്താ പറയുക, അരിക്കുക. ആ പഴത്തിൻ്റെ ഇട്ട വെള്ളം ഉണ്ടല്ലോ, അത് അരിച്ചെടുത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ചധികം കൂടെ നോർമൽ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ നനച്ചു കഴിഞ്ഞാൽ പൂക്കളില്ലാത്ത ചെടിയിൽ നല്ലോണം പൂക്കൾ ഉണ്ടാവും അത്രേ, അങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചെടികളൊക്കെ ഭയങ്കര പച്ചപ്പോടും നല്ല ഉഷാറായിട്ട് വളരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനൊരു മാസമായിട്ട് അതും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ദിവസം കൂടുമ്പോൾ. അതേപോലെ കഞ്ഞിയുടെ വെള്ളം അതും നല്ലതാന്ന് പറയുന്നുണ്ട്. ഇനി എല്ലാം കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടാണോ ഇതൊക്കെ കരിയണതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല, ഈ വെറുതെ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു നമ്മുടെ ബാൽക്കണിയിലുണ്ടല്ലോ മണി പ്ലാന്റിൻ്റെ ആ വെയിൽ, അതിന് മണി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് അല്ലേ, പക്ഷേ ഇത്രയും വെയിൽ അതിന് പറ്റണില്ല എന്ന് തോന്നുന്നു. ഇത്രയും നന്നായി നോക്കിയാൽ അതിങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് കാരണം. കാരണം ഭയങ്കര വെയിലാണ്, അതായത് പൂക്കളൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു വെയിലാണ്. അപ്പം അതുകൊണ്ടാണോ മണി പ്ലാന്റിന് ചെറിയൊരു പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കിയൊക്കെ ഞാൻ നോക്കട്ടെ, പൂക്കളൊക്കെ നന്നായി ഉണ്ടാവണ്ടോ ആന്തോറിയത്തിലെന്നൊക്കെ നോക്കട്ടെ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം കൊടുക്കാഞ്ഞിട്ട് ഉണ്ടാവണ്ട വിചാരിച്ചിട്ടാ ഈ വക സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഫ്ലാറ്റിലൊക്കെ നമുക്ക് അങ്ങനെയല്ലേ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതൊന്ന് പൊടിക്കാം.
അപ്പോൾ കിച്ചണിലെ ക്ലീനിങ് ഇതേ ഒരുവിധം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ദോശമാവും കൂടി എടുത്ത് വെക്കുകയാണ്. ഞാൻ ദോശ സത്യം പറഞ്ഞാൽ റാഗി ദോശയാണ് ഉണ്ടാക്കാറ്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വല്ലപ്പോഴും ഈ ദോശ കഴിക്കണം എന്ന് തോന്നി ഉണ്ടാക്കും. അതുകൊണ്ട് ദോശമാവ് അരക്കൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലല്ലേ കഴിക്കുള്ളൂ. സാധാരണ റാഗിയുടെ ദോശയാണ് ഉണ്ടാക്കാറ്. അതാണ് കേട്ടോ ഈ ഐഡിയയുടെ ഒരു ദോശമാവ് വാങ്ങിയിട്ടുള്ളത്. അപ്പം മിത്തുക്കുട്ടി ഇതേ മേലൊക്കെ കഴുകി റെഡിയായി വന്നു. അപ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. അത്രയേ ഉള്ളൂ പരിപാടി. മിത്തുക്കുട്ടി ഇവിടെ ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ. എന്താണ് പരിപാടി? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയാണ്. അത് എവിടുന്ന് അറിയോ ഈ ക്രിസ്മസ് ട്രീ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്ലിങ്കിറ്റിൻ്റെ കവറുകൾ. ഇത് ബ്ലിങ്കിറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും കേട്ടോ. ബ്ലിങ്കിറ്റിൻ്റെ നമ്മുടെ നോർമൽ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വരില്ലേ, അതിലിങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ദിവാലിയുടെ ഉണ്ടായിരുന്നു അല്ലേ മിത്തോ? അതിന്ന് ഇങ്ങനെ വെട്ടി കളറ് കൊടുത്ത് മിത്തുക്കുട്ടി ഉണ്ടാക്കിയതാണിത്. ഇതാണ് സംഭവം. ഇങ്ങനത്തെയൊക്കെ കിട്ടും. അത് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ എഴുതിയതും അല്ലേ എല്ലാം ഇത് കണ്ടോ ആ കവറിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അത് വെട്ടി 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 ഇതിൻ്റെ മേലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കുക കാര്യങ്ങൾ. ആ ഒരു പരിപാടിയിലാണ് കേട്ടോ ഇവിടെ ഒരാൾ. ഇതാണ് മിത്തുക്കുട്ടിയുടെ എന്താ പറയുക ഡ്രോയിങ്. ഇത് അന്ന് അമ്മമ്മയുടെ വരച്ചപ്പോൾ എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിത്തുക്കുട്ടി ഇത് ആ പോർട്രേറ്റ് കഴിഞ്ഞ് നമ്മൾ വാട്ടർ കളറിലേക്ക് എത്തി. അത്രക്കും എനിക്ക് മിത്ത് വരച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതല്ല കേട്ടോ. ഏതാ നെക്സ്റ്റ് വൺ? ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ കാണിച്ചു തരാം. ഇതാരായിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ മിത്തുക്കുട്ടിയുടെ സ്കെച്ചസ് ആണ് കേട്ടോ. അപ്പോൾ പോർട്രേറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമായി. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ട്. പ്രാക്ടീസിൻ്റെ ഒരു കുറവുള്ള കാരണം കുറച്ച് സമയം എടുക്കും ഓരോന്നും വരച്ചെടുക്കാൻ. കാരണം ഡെയിലി വരയ്ക്കുന്നില്ലല്ലോ. പക്ഷേ മിത്തുവിന് ഇപ്പോൾ വാട്ടർ കളറിംഗ് ആണ് ചെയ്യുന്നത്. കാരണം അത് ഒട്ടും അറിയാത്ത മേഖല. പക്ഷേ മിത്തുവിൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ് കേട്ടോ. വാട്ടർ കളർ ആൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല പെയിൻറ്റിങ്. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം. അതിനിടയിൽ ചെറിയൊരു ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടത്. കുറച്ച് ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഷൂട്ട് ചെയ്യല്ലേ, അപ്പോൾ കുറച്ച് അടിപൊളി പ്രോഡക്റ്റുകൾ ആമസോണിൽ നിന്ന് കുറച്ച് കിടിലൻ ചുരിദാറുകൾ കാണിച്ചു തരാം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഒരു വെൽവെറ്റിൻ്റെ. ഞാനിത് കുറേ കാലമായിട്ട് വാങ്ങിയതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണ് കേട്ടോ ഇത്. ഇതും അതിൻ്റെ പാൻറ്റും അതിൻ്റെ ദുപ്പട്ടയും ഒക്കെ ഉണ്ട്. ഞാനത് കുറേ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇതൊരു വിൻ്റർ ടൈമിൽ ഒന്നും കൂടെ ഭംഗിയാണ്. എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ എൻ്റെ കയ്യിലുണ്ട്. അടുത്തത് ഒരു ഭയങ്കര സുഖമുള്ള ഒരു ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ്. സ്ലീവ്ലെസ് ആണ്. ഈ പാൻറ്റ് പിന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് M ആണ് സൈസ്. കാരണം L അവൈലബിൾ ആയിരുന്നില്ല ആ സമയത്ത്. അപ്പം ഞാൻ M പാകാവും എന്നുള്ള ഒരു ഇതിലെടുത്താൽ പക്ഷെ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഒരു സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു കോളർ നെക്കും ഒക്കെ. കോളർ നെക്കല്ല, ഇങ്ങനെ ഒരു ഹൈ നെക്കായിട്ട് ഇഷ്ടപ്പെട്ടു. കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഡെയിലി പോകുമ്പോഴും. കാരണം അത്ര വിലയൊന്നുമില്ല. നല്ല തുണി, നല്ല നല്ല മെറ്റീരിയലാണ്. നല്ല സുഖമുള്ള തുണിയാണ്. അടുത്തത് ഞാൻ ഇന്ത്യയുടെ ഒരു ഇതും ആക്ച്വലി എന്താ സംഭവിച്ചു വെച്ചാൽ ഇതിൻ്റെ M-ഉം L-ഉം ഞാൻ എടുക്കുന്ന സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം ഞാൻ XL ആണ് എടുത്തത്. പക്ഷെ അത് കുറച്ച് ലൂസാണ് കേട്ടോ XL. പക്ഷെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ളതുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലായിരിക്കും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക എന്നുള്ള. കാരണം ഇത് പൊതുവേ ഒരു ഫ്രില്ല് വെച്ച ടൈപ്പ് ആയ കാരണം നമുക്ക് കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും. അതിൻ്റെ ഇടയിൽ ഇത് ലൂസും കൂടി ആകുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കും. പക്ഷെ ഭയങ്കര അടിപൊളി ഇതാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് സൈസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങാം. ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അടുത്തത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെയിം ഒരു ഹൈനെക്കാണ്. കുർത്തയുണ്ട്, അതുപോലെ തന്നെ പാൻറ്റും ഉണ്ട്. പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്കിതിൻ്റെ ലുക്ക്. ഭയങ്കര ലുക്കായിട്ടില്ലേ സ്ലീവ്ലെസ് ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് കാഷ്വലായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പുറത്ത് പോകുമ്പോഴോ ഒരു ഔട്ടിങ്ങിന് പോകുമ്പോഴോ ബ്രഞ്ചിന് പോകുമ്പോഴോ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അടുത്തത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് ഞാൻ അന്ന് ഇട്ടപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നെക്ക് മാല ഇടേണ്ട ആവശ്യമില്ല. നെക്കിൻ്റെ ഭാഗത്തിനൊരു ഗോൾഡൻ വർക്ക് വരുന്ന ഫുൾ ഇങ്ങനെ സീക്വൻസ് വർക്കുകൾ വരുന്ന സ്ലിറ്റൊക്കെ ഉള്ള വെറും ഒരു കുർത്തി. ലൈനിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ഇടാം. ഈ പറഞ്ഞ പോലെ ഒരു എൻഗേജ്മെൻറ്റിനോ റിസപ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കാരണം അത്യാവശ്യം ഹെവി ആണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത്രയും ഒരു കുറച്ച് കിടിലൻ ഡ്രസ്സുകളാണ് നമ്മൾ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ചിലതൊക്കെ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ. ഇത് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സുഖമുണ്ട്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാൻ വേഗം പോയിട്ട് ഉച്ചക്കിലത്തെ ലഞ്ച് ഉണ്ടാക്കട്ടെ കേട്ടോ.
അപ്പം ഇന്ന് നല്ല അടിപൊളി ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെറിയ വേളൂരി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ബാക്കിയുള്ള സ്ഥലത്ത് എന്താ പറയുക, ചൂടാ വേളൂരി, ഇങ്ങനെ 2 തരം മീനുകളാണുള്ള ആ വൈറ്റ് സാഡ എന്ന് പറയില്ലേ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് എന്താ പറയുക, മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇപ്പോൾ ഫ്രൈ ചെയ്യൽ വളരെ കുറവാണ്. എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാവുന്നതൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ചെറിയ മീനൊന്നും എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ്. എനിക്ക് ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന ടൈപ്പിലും ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഉള്ളിയും മുളകൊക്കെ മാത്രം വെച്ചിട്ട് അരച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് തികയില്ലാന്ന് തോന്നി 3 പേർക്കും കൂടെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാമ്പാർ പുളി ഒഴിച്ച് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് അരച്ച്, പിന്നെ ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി, അതിനുശേഷം പച്ചമുളകൊക്കെ ഇട്ട്, പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട്, അതിനുശേഷം ഇതേ പയറുപ്പേരി ഉണ്ടാക്കി. ആ ഒരു ചെറിയ മുളകിൻ്റെ അത് നല്ല ടേസ്റ്റ്. ഈ ഒരു മീനൊക്കെ നല്ല ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കോരി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. മിത്തുക്കുട്ടിക്ക് ഇങ്ങനത്തെ ചെറുവക മീനുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തില്ല. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനത്തെയൊക്കെ എണ്ണയിൽ ഫ്രൈ കൊടുക്കും. കുട്ടികൾക്ക് പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യണോണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. അപ്പം ഞാനെന്താ പറയുക, എനിക്ക് ഈ കണ്ണാടി മിററിൽ ഇങ്ങനെ എടുക്കാൻ തീരെ അറിയില്ല. അപ്പം മിത്തുക്കുട്ടി പഠിപ്പിച്ചു തരും. മിത്തുവാണെങ്കിൽ മിറർ സെൽഫിയുടെ ആളാണ് കേട്ടോ. ഈ ന്യൂജൻ പിള്ളേരുടെ ഒരു ഇഷ്ടപ്പെട്ട, പക്ഷെ നല്ല ഭംഗിയിൽ എടുക്കട്ടെ. എനിക്കാണെങ്കിൽ ഒട്ടും അറിയാത്ത പരിപാടിയാണ്. മിത്തുനെ ട്യൂഷന് കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ എനിക്ക് പാർലറിൽ പോയിട്ട് കുറച്ച് പരിപാടി, വാക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പാർലറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈവനിങ് പരിപാടി. അങ്ങനെ ഇപ്പോൾ ഇതാ രാത്രി ഞാൻ തിരുവാതിര പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാനുണ്ട്. ഇപ്പോൾ ധനുമാസമായി, നമുക്കറിയാം തിരുവാതിരയാണ് ജനുവരിയിൽ. എല്ലാ കൊല്ലത്തെയും പോലെ നമ്മളിവിടെ തിരുവാതിര ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തിരുവാതിരക്കളി ഉണ്ടാവാറുണ്ട്. ഒന്ന് അമ്പലത്തിലും, ഇവിടെ മണ്ഡലകാലത്തെ അമ്പലത്തിലും തിരുവാതിര പ്രോഗ്രാം ഉണ്ട്. നെക്സ്റ്റ് ഡേ തിരുവാതിരയുടെ അന്നും തിരുവാതിര ഉണ്ട്. അതെല്ലാ വർഷവും ഉണ്ടാവുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഒരു 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് എന്നും പോയ ഒരു 1 hour പ്രാക്ടീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇതേ ഇപ്പോൾ വന്ന് ഇപ്പോഴത്തെ പരിപാടി ഇതാണ്. ഈവനിങ് ആയ പ്രാക്ടീസിന് പോവുക, വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സീരീസോ സിനിമയൊക്കെ ഇരുന്ന്, സിനിമ പിന്നെ ഫ്രൈഡേ സാറ്റർഡേ കാണാറുള്ളൂ. ഇപ്പോൾ സീരീസ് കണ്ടു. ഫാമിലി മാൻ്റെ പുതിയ സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ചായി. അത് ഞങ്ങൾ ഫാമിലി മാൻ്റെ ഭയങ്കര ആരാധകരാണ്. അപ്പോൾ അതിൻ്റെ ന്യൂ സീരീസ് വന്നപ്പോൾ അത് ഫുൾ ഇരുന്ന് കണ്ടപ്പോൾ സങ്കടമായി. അയ്യോ അത് കഴിഞ്ഞല്ലോ, അടുത്ത സീരീസ് എപ്പോഴാണ് അത് തുടങ്ങുക എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയൊരു സോണി ലീവിലെ കുറ്റം പുരിന്തവൻ, ദ ഗിൽറ്റി വൺ, ഞാൻ ഈ പറഞ്ഞ ശരി തന്നെയാണെന്ന് വിചാരിക്കുന്നു, ആ ഒരു സീരീസ് കാണാമെന്ന് വിചാരിച്ചു. കാരണം അത് നല്ല അഭിപ്രായം, നല്ല റിവ്യൂ ഉള്ള സീരീസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടു. അത് പക്ഷേ അഡൽട്ട്സ് ഓൺലി ആണ്. കാരണം കുറച്ചൊരു എന്താ പറയുക, ഒരു ഹോണ്ടിങ് പോലെയൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതൊരു കേസും റേപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നല്ല സീരീസ്, ഒരു ദൃശ്യം മോഡലൊക്കെ ഉള്ള ഒരു സീരീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ ഓഫ് സസ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് സോണി ലീവിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സിനിമേനൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. കാരണം നമ്മൾ കുറേ കാലമായി സത്യം പറഞ്ഞാൽ അങ്ങനെ സിനിമയുടെ റിവ്യൂ പറഞ്ഞിട്ട് തോന്നുന്നു. കുറേ സിനിമകളുണ്ടായിരുന്നു. ഇപ്പം ഡിറ്റക്റ്റീവൊക്കെ OTT വന്നിട്ട് കുറേ കാലമായി. പിന്നെ ഇപ്പോൾ ഏതോ ഒരു തമിഴ് ഇതുപോലെ കണ്ടു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇനി ഞാൻ കറക്റ്റ് ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഇപ്പോൾ കണ്ടതിൽ ഒന്ന് ഫാമിലി മാൻ, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അടുത്തത് ഈ സോണി ലീവിലെ കുറ്റം പുരിന്തവൻ. അത് രസമുണ്ട് കേട്ടോ. കുട്ടികൾക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഈവൻ ഫാമിലി മാനും അതെ, മിത്തുവിനൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈവനിങ്ങിൽ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ ഫുൾ സീരീസ് കഴിഞ്ഞ 4 ദിവസമായിട്ട് അതിരുന്ന് ഇങ്ങനെ കാണുന്നത്. ഫുള്ള് കാണാൻ പറ്റില്ല, കാരണം സീരീസ് ആകുമ്പോൾ കുറച്ചധികം നേരം ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം 2 എപ്പിസോഡ് അല്ലെങ്കിൽ 3 എപ്പിസോഡ് കാണുമ്പോഴേക്ക് രാത്രിയാവും, 10-11 മണിയാവും. അപ്പോൾ പിന്നെ കിടക്കണ്ടേ, രാവിലെ ഓഫീസൊക്കെ അല്ലേ. അങ്ങനെ ഓരോ ദിവസം കണ്ട് ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ സമയം 10:30 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തോടെ കൂടെ ആ സീരീസ് കഴിഞ്ഞു. അടിപൊളി സീരീസ്, നല്ല രസമുണ്ട്. പിന്നെ ഇപ്പോൾ നാളെ എന്താണെന്നുള്ളതൊക്കെ, പിന്നെ ഇനിയിപ്പോൾ കുറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാതെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങട്ടെ. ബൈ.